ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്കോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉഗ്രം പായസമാണ്. പലരും പല രീതിയിലും ഇത് ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കാറുണ്ട്. എൻ്റെ രീതിയാണ് കാണിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് അധികം സാധനങ്ങൾ ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കപ്പ് നുറുക്കോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് തന്നെ നമുക്ക് ധാരാളം 5-6 ഗ്ലാസ്സൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ശേഷം ഇത് അതുപോലെ ചെറിയൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ആദ്യം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക്. അപ്പോൾ ഒരു കപ്പിന് 2-2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കട്ടോ, എന്നാൽ നന്നായിട്ട് എന്ത് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാൽ എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഏലക്കയും കൂടി ചേർത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പാലാക്കിയെടുക്കാം. പാൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുറച്ച് തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് ഏലക്കായ ഇടുക, നന്നായിട്ടൊന്ന് ഇങ്ങനെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പാലൊന്ന് ഊറ്റിയെടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും എടുക്കണില്ല. ഒരു 1/2 കപ്പോളം കിട്ടിയാൽ മതി നമുക്ക് ഈ തേങ്ങാപ്പാൽ. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ 3 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. കുറച്ച് മാറ്റി വെക്കണം. എന്താ വെച്ചാൽ ഇതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. കുറച്ചും അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അത് ചൂടാറിന് ശേഷം നമുക്ക് ചെറിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കുക്കറിൽ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് നുറുക്കോതമ്പ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. അതിനിതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. 500 മില്ലിയാണ് കേട്ടോ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും കട്ട പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പായസത്തിൻ്റെ പരുവം ഇതുണ്ടോ, ഇത്രയും ലൂസിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. പിന്നെ അതൊന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ തിളച്ച് വന്നാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആകും. ഇനി പായസം നമുക്ക് തിളച്ച് വന്നിട്ട് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിനി ഇതിലേക്കുള്ള എന്താ പറയുക, നമ്മളെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് നമ്മൾ നെയ്യിലൊന്ന് തൂമിച്ചിടണം. അപ്പോൾ നമുക്ക് തിളച്ച് വന്നിട്ട് ലാസ്റ്റ് തീ ഓഫ് ആയിട്ട് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ തേങ്ങാക്കൊത്തൊന്ന് ഇതിലേക്ക് തൂമിച്ച് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ വെള്ളം ശരിക്കും വറ്റാതെ ഇട്ടിട്ടാണ് ഈ ഒരു പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് മാത്രം നെയ്യ് ചേർക്കുക. നെയ്യ് നന്നായി ചൂടായി വന്ന ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ബ്രൗൺ നിറമാണ് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നേരെ നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം കിടുവായിട്ടുള്ള പായസം എന്താ പറയുക, നുറുക്കോതമ്പ് ഉപയോഗിച്ചിട്ടുള്ള കിടുവായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. വളരെ എന്താ പറയുക, സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.